കേരളത്തിന്റെ ഭാവി വികസനത്തിന് അടിത്തറയിടുന്ന നിർണായകമായൊരു നീക്കത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ US സംസ്ഥാന ന്യൂജേഴ്സിയിൽ നിന്നുള്ള നിക്ഷേപകരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് ന്യൂജേഴ്സി ഗവർണർ ഫിൽ ഡി മർഫിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച മുഖ്യമന്ത്രി കേരളത്തെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഊർജം പകരാൻ ഈ നിക്ഷേപങ്ങൾ സഹായമാകുമെന്ന് വ്യക്തമാക്കി. ഇരു സംസ്ഥാനങ്ങൾക്കും വികസനത്തിന്റെ വിവിധ മേഖലകളിൽ സഹകരിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ന്യൂജേഴ്സി ഗവർണർ ഫിൽ ഡി മർഫിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ നേരിട്ട് വിലയിരുത്തുന്നതിനാണ് കൊച്ചിയിലെത്തിയത്. ഇരു സംസ്ഥാനങ്ങൾക്കും പൊതുവായ പല വികസന ലക്ഷ്യങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ. ഈ സമാനതകൾ മുതലെടുത്ത് പരസ്പരം സഹകരിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഒരു നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി മാറിയെന്നും വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ലളിതമാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ വ്യവസായ മേഖലയെ നവീകരിക്കുന്നതിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസം ഗണ്യമായി കുറച്ചു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കി. ഇത് നിക്ഷേപകർക്ക് കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നത് കൂടുതൽ എളുപ്പമാക്കും. മാത്രമല്ല, വ്യവസായങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇതിൽ പ്രധാനമാണ് വൈദ്യുതിയും ജലവും. 24 മണിക്കൂറും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്ന വലിയ മാറ്റങ്ങളും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും 18 തുറമുഖങ്ങളും നിലവിലുണ്ട്. ഇത് ചരക്ക് ഗതാഗതത്തിനും യാത്രക്കാർക്കും വലിയ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡ്രിഡ്ജിംഗ് നടത്താതെ തന്നെ വലിയ മർദ്ദ ഷിപ്പുകൾക്ക് അടുക്കാനുള്ള ശേഷി ഈ തുറമുഖത്തിനുണ്ടെന്ന് ഒരു വലിയ നേട്ടമാണ്. ഇത് കേരളത്തെ ലോക വ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകാൻ പോകുന്നുവെന്നും ഇത് വ്യവസായ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിജ്ഞാന സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിലൂടെ ലോകോത്തര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അമേരിക്കയിലെ പ്രമുഖ അക്കാദമിക് വിദഗ്ധരുമായി സഹകരിക്കാനും അവരുടെ മികച്ച മാതൃകകൾ പഠിക്കാനും കേരളത്തിന് താല്പര്യമുണ്ട്. ഇതിലൂടെ നമ്മുടെ യുവതലമുറയ്ക്ക് ആഗോള നിലവാരത്തിലുള്ള അറിവും കഴിവും നേടാൻ സാധിക്കും. വിനോദസഞ്ചാര മേഖലയിലെ സഹകരണത്തിനുള്ള സാധ്യതകളെ കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ന്യൂജേഴ്സിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് കേരളം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായിരിക്കും. അതുപോലെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ന്യൂജേഴ്സിയും ആകർഷകമായ ഒരു ഇടമാണ്. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ടൂറിസം പങ്കാളിത്തം വഴി ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രമല്ല, സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും സഹായകമാകും. വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ കുറിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് സംസാരിച്ചു. കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു പർദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ധനസഹായം, ഇൻക്യുബേഷൻ സെന്ററുകൾ, ഉപദേശം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാണ്. ന്യൂജേഴ്സിയിലെ സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് വിശദീകരിച്ചു. കേരളം നിക്ഷേപകർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമാണെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. തന്റെ സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിനുള്ള എളുപ്പത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നിക്ഷേപക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയെന്ന് യൂസഫ് അലി പറഞ്ഞു. ന്യൂജേഴ്സി ഗവർണർ ഫിൽ ഡി മർഫി കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ പ്രശംസിച്ചു. കേരളത്തിലെ മാനവ വിഭവശേഷി മികച്ചതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തെ ഒരു വിജ്ഞാന സാമ്പത്തിക ശക്തിയായി മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് വളരെ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂജേഴ്സിയും കേരളവും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂടിക്കാഴ്ചയിൽ വ്യവസായ മന്ത്രി പി രാജീവ്, മേയർ M അനിൽകുമാർ, ചീഫ് സെക്രട്ടറി A ജയലളിത്, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, KMRL MD ലോക്നാഥ് ബെഹ്റ, ഡൽഹിയിലെ കേരള സർക്കാർ പ്രതിനിധി പ്രൊഫസർ KV തോമസ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക, കളക്ടർ G പ്രിയങ്ക, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരും പങ്കെടുത്തു. ഈ കൂടിക്കാഴ്ച ഇരു സംസ്ഥാനങ്ങൾക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും സാമ്പത്തിക സഹകരണത്തിന് ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഈ നിക്ഷേപങ്ങൾ ഒരു വലിയ ഉത്തേജകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
വിജ്ഞാന സാമ്പത്തിക മേഖലയിൽ കേരളം ഒരു ആഗോള ശക്തിയായി ഉയർന്നു വരുന്നതിന്റെ സൂചനകൾ നൽകുന്ന ഒരു നീക്കമാണിത്. വിദ്യാഭ്യാസ, ആരോഗ്യ, ടൂറിസം മേഖലകളിലെ കേരളത്തിന്റെ നേട്ടങ്ങൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സയും ആരോഗ്യ പരിരക്ഷയും കുറഞ്ഞ ചെലവിൽ നൽകാൻ കേരളത്തിന് കഴിയും. ഇത് ആരോഗ്യ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നു. ന്യൂജേഴ്സിയിലെ ആളുകൾക്ക് ചികിത്സയ്ക്കായി കേരളത്തെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണിത്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. വിദേശ സർവകലാശാലകളുമായി ധാരണാപത്രങ്ങൾ ഒപ്പിട്ട കോഴ്സുകളും ഗവേഷണങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ന്യൂജേഴ്സിയിലെ യൂണിവേഴ്സിറ്റികളുമായി അക്കാദമിക് പങ്കാളിത്തം സ്ഥാപിക്കാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള മികച്ച അവസരങ്ങൾ നൽകും. സംസ്ഥാനത്തെ ഊർജ്ജ മേഖലയിലും വലിയ നിക്ഷേപ സാധ്യതകൾ ഉണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സൗരോർജ്ജം, കാറ്റാടി ഊർജ്ജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരളം മുൻഗണന നൽകുന്നുണ്ട്. ഈ മേഖലയിൽ നിക്ഷേപം നടത്താൻ ന്യൂജേഴ്സിയിലെ കമ്പനികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സർക്കാർ എല്ലാ പിന്തുണയും നൽകും. ഇത് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു വ്യവസായ വളർച്ചയ്ക്ക് സഹായകമാകും.